ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ബിരിയാണിയാണ്. സാധാരണ മുട്ട കൊണ്ട് പുഴുങ്ങി തയ്യാറാക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ട ഓംലെറ്റ് ബിരിയാണിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എത്ര കഴിച്ചാലും മടുപ്പ് വരികയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ റൈസ് തയ്യാറാക്കി എടുക്കുവാണ്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ചോറിൽ അങ്ങനെ എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ മണത്തിന് വേണ്ടി ഒരു 3 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സബോള അത് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഇതുപോലെ ഒരു പിടി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 കഷ്ണം പട്ട, 5-6 ഗ്രാമ്പു, അതുപോലെ തന്നെ 4 ഏലക്ക, കുറച്ച് പച്ച കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഉണക്ക കുരുമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഇത് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കപ്പിന് 2 കപ്പ് അരിക്ക് വേണ്ടിയാണ് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിലും ഓയിലും അതുപോലെ തന്നെ ഈ ഒരു സ്പൈസസും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ 1 മിനിറ്റ് നേരം ഒന്ന് വെന്ത് കിട്ടുമ്പോൾ ആ ഒരു ചോറിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. സാധാരണ ബിരിയാണി വെക്കാൻ എടുക്കുന്ന ചെറിയ അരി തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ അരിയിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ അരി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിവിടെ അളന്നെടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിന് 2 കപ്പ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ പകുതിയാണ് ഇവിടെ പിഴിഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കുക്കറിന് ഞാൻ ഒറ്റ വിസിൽ അടുപ്പിച്ചതിന് ശേഷം ആ ഒരു പ്രഷറിൽ 1-2 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചിരുന്നതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മുട്ട തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ ചോറിന് വേണ്ടി അരി എടുക്കുന്നത് അതുപോലെ നമുക്ക് ആവശ്യമുള്ള ചോറ് എത്രയാണോ അതിനനുസരിച്ചുള്ള മുട്ടയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കറക്റ്റ് ആയിട്ടിരിക്കണം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിന് 2 കപ്പ് അരിക്ക് വേണ്ടിയാണ് ഈ ഒരു 6 കോഴിമുട്ട കണക്കാക്കി എടുത്തിട്ടുള്ളത്. എങ്കിലേ നമുക്ക് കറക്റ്റ് പരുവത്തിനും ടേസ്റ്റിലും കിട്ടുള്ളൂ. ഞാനിവിടെ ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 സ്പൂൺ അളവിലുള്ള മുളക് പൊടിയും കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോളയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് കട്ടിയായിട്ടല്ല, നല്ല കട്ടി കുറഞ്ഞിട്ടുമല്ല, ഒരു മീഡിയം പരുവത്തിലാണ് ഇതിനെ പൊരിച്ചെടുക്കുന്നത്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് പാനിൽ ചുറ്റിച്ചെടുത്ത ശേഷം ഒരു പകുതി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സിൻ്റെ നേർപകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനി കരിഞ്ഞു പോകാനും പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെ വേവിച്ചെടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡോളം ആ ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം, ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു മുട്ടയും കൂടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. സാധാരണ നമ്മൾ മുട്ട ബിരിയാണി തയ്യാറാക്കുമ്പോൾ മുട്ട പുഴുങ്ങിയതിന് ശേഷം നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിലെ മുട്ട ബിരിയാണി തയ്യാറാക്കി എടുക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു മുട്ട ബിരിയാണിക്ക് നമ്മൾ സബോളയും തക്കാളിയും എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ടുണ്ടാക്കുന്ന ആ ഒരു മസാലക്കൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു വരാനായിട്ടാണ് ഞാനിതിലേക്ക് നേരത്തെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു സ്പൂൺ അളവിലാണ് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരപ്പൊടി, ഗരം മസാലപ്പൊടി. നേരത്തെ തന്നെ ഉള്ളിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി കിട്ടാനായിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ 1 മിനിറ്റ് നേരം ഈ ഒരു പൊടികളുടെ ഒക്കെ മണം മാറുന്നവരേക്കും വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ പച്ച ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും 3 ഉണക്കമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്ക് ഇനി തുറന്നതിന് ശേഷം ഇതിലേക്ക് പൊരിച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഓംലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു മുട്ടയിൽ ഇതിൻ്റെ ഈ ഒരു മസാലയും ഈ ഒരു കൂട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് സമയത്ത് ഇനി കുക്ക് ചെയ്തെടുക്കണമെന്നില്ല. ഈ ഒരു മുട്ടയിൽ ഒന്ന് ഈ ഒരു കൂട്ടൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്നവരെ മാത്രം, അതായത് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. 1 മിനിറ്റ് നേരം വേവാനായിട്ട് വെച്ചിട്ട് ഇതൊന്ന് പിന്നെ തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ വെന്ത് നല്ല പോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതുപോലൊരു ഉരുളി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ മാറി ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ആ ഒരു മുട്ട മസാല ഇട്ട് കൊടുക്കാം. നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ. മുട്ട ഓംലേറ്റ് മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ചോറ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം ഇതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒന്ന് വെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അടപ്പ് അമർന്നിരിക്കാൻ എന്തെങ്കിലും ഒന്ന് വെയിറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ആ ഒരു വെയിറ്റിൽ ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കുക. നല്ല മണവും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഓംലേറ്റ് ദം ബിരിയാണി റെഡിയായി കിട്ടി. ഇറച്ചി കൊണ്ടുള്ള ബിരിയാണിയൊക്കെ മാറി നിൽക്കിയതിൻ്റെ മുന്നിൽ അത്രയും ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.